നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ CPM-ലെ പ്രശ്നങ്ങൾ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നു. പാലക്കാട് CPM-ൽ നിന്നും 21 പേരാണ് പാർട്ടി വിട്ടത്. 4 ബ്രാഞ്ചുകളിലുള്ളവരാണ് രാജിവെച്ചത്. EMS നഗർ, AKG നഗർ, വെണ്ണക്കര, ഉതുങ്ങോട് എന്നീ ബ്രാഞ്ചുകളിലുള്ളവരാണ് രാജിവെച്ചിട്ടുള്ളത്. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവും അബ്ദുൾ ഷുക്കൂറുമായി തുടരുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ കൂട്ടരാജി വന്നത്. ഏരിയ കമ്മിറ്റി അംഗമായ അബ്ദുൾ ഷുക്കൂറിനെ തരം താഴ്ത്തിയിരുന്നു. ഇതിൻ്റെ പ്രതിഷേധം എന്ന നിലയിലാണ് ഇവർ രാജിവെച്ചത്. രാജിവെച്ചവരിൽ ബ്രാഞ്ച് സെക്രട്ടറിമാരും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുമുണ്ട്. പ്രശ്നങ്ങൾ എന്നാൽ പാലക്കാട് മാത്രം ഒതുങ്ങി നിൽക്കുന്നതുമല്ല. വിവിധ ജില്ലകളിൽ നേതൃത്വത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും പ്രതിഷേധം ശക്തിപ്പെടുന്നുണ്ട്. ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തുനിന്നും വിട്ടുനിൽക്കണം എന്ന രീതിയിൽ വരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആവശ്യം ഉയർന്നിരുന്നു. സംസ്ഥാന സമിതി യോഗത്തിലും ഇനി പൊട്ടിത്തെറികൾ ഉണ്ടാകും. മുഖ്യമന്ത്രിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനുമെതിരെയാണ് പ്രതിഷേധം കൂടുതലും. പാർട്ടി കോട്ടയായ കണ്ണൂരിൽ നിന്നും CPM വിട്ട 2 നേതാക്കൾ TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും UDF പിന്തുണയോടെ MLA-മാരായത് CPM-ന് വലിയ തിരിച്ചടിയാണ്. ഉറച്ച പാർട്ടി കേഡറുകളായ ഈ നേതാക്കളെ പാർട്ടി വിടാൻ അനുവദിക്കരുതായിരുന്നുവെന്നും പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ തന്നെ പരിഹരിക്കേണ്ടിയിരുന്നുവെന്നാണ് കണ്ണൂരിലെ CPM-ൽ നിന്നും ഉയർന്നിരുന്ന ഒരാവശ്യം. ആലപ്പുഴയിലെ കരുത്തനായ നേതാവ് G സുധാകരനും പാർട്ടിയെ വെല്ലുവിളിച്ച് പുറത്തുപോയി UDF തണലിൽ MLA ആയി. ഇടതുമുന്നണി അധികാരത്തിൽ വന്നാലും സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ചാൽ അത് വലിയ തിരിച്ചടിയാകുമെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സുധാകരൻ്റെ വിജയം വലിയ തിരിച്ചടിയാണെന്ന് CPM തന്നെ സമ്മതിച്ച അവസ്ഥയിലുമാണ്. CPM വിട്ട PK ശശി മണ്ണാർക്കാടും A സുരേഷ് മലമ്പുഴയിലും പരാജയമടഞ്ഞതാണ് തിരഞ്ഞെടുപ്പ് തിരിച്ചടികൾക്കിടയിലും പാർട്ടിക്ക് ആശ്വാസകരമായ ഒരു കാര്യം. എന്തായാലും ഇരുമ്പ് മറ ഭേദിച്ച് CPM-ൽ നിന്ന് പ്രശ്നങ്ങൾ പുറത്തേക്കെത്തുകയാണ്. കണ്ണൂരിലെ നേതാവായ P ജയരാജന് വേണ്ടി മലപ്പുറത്താണ് ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നത്. വർത്തമാനകാലം ആവശ്യപ്പെടുന്നത് വാക്കുകളല്ലെന്നും പ്രതിരോധത്തിൻ്റെ കരുത്താണെന്നുമാണ് ഫ്ലക്സ് ബോർഡിലുള്ളത്. നിലവിലെ പൊട്ടിത്തെറികൾ CPM എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് പാർട്ടി അണികൾ ഉറ്റുനോക്കുന്നത്.